കുപ്പയിലെ മാണിക്യം കുപ്പയിലെ മാണിക്യം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഇന്നത്തെ പരിപാടിക്കുള്ള ഇരയെ തപ്പി ഇറങ്ങിയതാണ് ഞാൻ. കിട്ടി മോനെ കിട്ടി. എന്താന്നല്ലേ, വാ നമുക്ക് നോക്കാം. ഒരു പാവം ചില്ലുകുപ്പി. ഇന്നിവനാണ് എൻ്റെ ബലിമൃഗം. ഞാൻ അവനെ കുളിപ്പിച്ച് ദേഹത്തുള്ള പൊടിയും മണ്ണും അഴുക്കും ഒക്കെ കളഞ്ഞ് കുട്ടപ്പനാക്കി എടുത്തു. വധിക്കുന്നതിന് മുൻപുള്ള പ്രാഥമിക ചടങ്ങുകളാണിതൊക്കെ. അവൻ അസൽ മാണിക്യം പോലെ തിളങ്ങി. വീട്ടിൽ ബാക്കിയിരുന്ന സ്പ്രേ പെയിൻ്റ് എടുത്ത് ഒരു മേക്ക് ഓവറും നടത്തി. ഇനി ഒരു പെൻസിലെടുത്ത് അവൻ്റെ മേൽ താജ്മഹൽ പണിയാൻ തുടങ്ങി. പണിത് വരുമ്പോൾ താജ്മഹൽ ആകുമോയെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഞാൻ താജ്മഹലൊന്നുമല്ല വരയ്ക്കുന്നത്, ഒരു പാവം ഗണപതിക്കുട്ടനെയാണ് വരയ്ക്കുന്നത്. നിങ്ങളധികം പ്രതീക്ഷയൊന്നും വെക്കണ്ട. മനസ്സിൽ തോന്നിയ ഒരു രൂപം അങ്ങ് വരച്ചു വെച്ചു എന്ന് മാത്രം. ഞാൻ പണ്ടെങ്ങാണ്ട് എന്തോ ഒരു ആവശ്യത്തിന് കൊണ്ടുവച്ച ഒരു ഗോൾഡൻ പെയിൻറ്റ് കുറേ നാളായി അലമാരിയിൽ വെറുതെ ഇരിക്കുന്നു. വെച്ച് അതിന് പുറത്തൊരു ബോർഡറും കൊടുത്തു. ഒന്നും വെറുതെ കളയുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അത് വെച്ച് എന്തെങ്കിലും പരിപാടി ഞാൻ ഒപ്പിച്ചിരിക്കും. പിന്നെ കുറച്ച് ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് കരുതി കുപ്പിക്കുള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. എൻ്റെ കൊച്ചു കാർട്ടണിൽ പൂത്തൊലിഞ്ഞു നിന്ന 2-3 പുഷ്പങ്ങളും പറിച്ചതിൽ കുത്തിവെച്ച് കൊടുത്തു. ആഹാ, ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്വയം പുകഴ്ത്തിയതല്ല കേട്ടോ, ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനിയുള്ളത് ഇവൻ്റെ പ്രതിഷ്ഠയാണ്. അതും ഞാൻ നടത്തി. അപ്പോൾ ഓക്കെ, ബൈ.